പഞ്ചപ്രാണനിൽ നിന്ന് പഞ്ചഭൂതങ്ങളിലേക്ക് എത്തി. പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഈ ഗ്രഹങ്ങളിലേക്ക് അതെങ്ങനെയാണ് വിന്യസിക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ 5 ഗ്രഹങ്ങൾ. കാരണം ഭൂതക്രമങ്ങളിൽ നമ്മൾ ഈ ബുധസൂര്യസുതവും നപുംസകാക്യവും ശശിശുക്രോ യുവതി നരാസ്തു ശേഷാഹ എന്ന് പഠിച്ചതിന് ശേഷം ക്ലാസ്സിൽ വളരെ വിശദീകരിച്ച ഒരു കാര്യമാണ് ശിഖി ഭൂ ഖ പയോ മരുദ്ഗണാനാം വശിനഃ ഭൂമിസുതാദയ ക്രമേണ. അപ്പോൾ അതിൽ നമുക്ക് ദശാധ്യായികാരൻ അതിൽ ഗണശബ്ദം കേവലം പാദപൂരണമല്ല, പാദപൂരണ ശബ്ദമായിട്ട് അങ്ങനെ ഒരു പദം ആചാര്യൻ ഉപയോഗിക്കില്ല. അതിന് വളരെയധികം അർത്ഥതലങ്ങളെ കൽപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം തരുന്നു. അതെന്താണ്? ശിഖിഗണസ്ഥാവത് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അത് മാത്രം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സ്പഷ്ടീകരിക്കാം. ഈ പറയുന്ന പ്രാണൻ പഞ്ചപ്രാണങ്ങളായിട്ടും പഞ്ചഭൂതങ്ങളായിട്ടും ക്രമീകൃതമായിരിക്കുന്ന ഈ പ്രപഞ്ച വ്യവസ്ഥ എങ്ങനെ ഗ്രഹങ്ങളിൽ എത്തി നിൽക്കുന്നു? അപ്പൊ അവിടെ പറയുന്നു ശിഖിഗണസ്ഥാവത് വന്നി രൂപ ചക്ഷുരീന്ദ്രിയ പാദ വ്യാന മനോമയകോശാഹ 6 അവിടെ വിഭജിച്ചു. അതിൽ ആരാണ് ശിഖിഗണം? വ്യാനൻ എന്ന് പറയുന്നത് ശിഖിയാണ്. ശിഖിഗണം എന്ന് പറഞ്ഞാൽ അഗ്നിഭൂതമാണ്. അഗ്നിഭൂതത്തിന്റെ തത്വത്തിൽ അവിടെ വ്യാനനാണ്. വ്യാനന്റെ പ്രവൃത്തി എന്താ? വ്യാന സർവശരീരക, അഗ്നിഭൂതമായിട്ട് സർവത്തിൻ്റെയും പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള ഊർജമായിട്ട് നിൽക്കുന്നു. അധിപതി ആരാണ്? ചൊവ്വയാണ്. ചൊവ്വയാണ്. ആ ചൊവ്വയാണ് അഗ്നിഭൂതത്തിന്റെ അധിപതി എന്ന് മാത്രമല്ല, അതിൻ്റെ ശക്തമായിട്ടുണ്ടാവുന്ന ഈ സർവശരീരകനായിട്ട് നിൽക്കുന്ന ഊർജത്തിന്റെ പ്രതിനിധിയും കൂടി അഗ്നിഭൂതമാണ്. അപ്പൊ അഗ്നിഭൂതത്തിൽ അഥവാ ചൊവ്വയിൽ സൂര്യേന്ദ്രന്മാരുണ്ട്. എന്തുകൊണ്ട്? രയിപ്രാണന്മാരായിട്ട് സൂര്യേന്ദ്രന്മാർ നിലനിൽക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാം. ഭൂഗണസ്തു ശിഖി ഭൂഗണസ്തു പൃഥ്വി ഭൂമിയാണ്. ഭൂതം ഭൂമിയാണെന്ന് പറഞ്ഞു. ഭൂമി പൃഥ്വി ഗന്ധം. അത് പിന്നെ ഇന്ദ്രിയങ്ങളിൽ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന സമയത്ത് അത് ഗന്ധം ആണ് അതിൻ്റെ സ്വരൂപം. ഘ്രാണേന്ദ്രിയം ശ്വസനമാണ് അതിൻ്റെ അവസ്ഥ. ഈ ഇന്ദ്രിയം ഉപസ്ഥത്തിലാണ് അതിൻ്റെ സ്ഥിതി. പ്രാണൻ അത് പ്രാണനാണ്. അന്നമയകോശാഹ അന്നമയകോശത്തെയും അത് ചെയ്യുന്നു. വ്യക്തമാണല്ലോ. അത് അന്നമയകോശത്തിലൂടെ ഉൽപ്പാദിതമാവുന്ന ഊർജമാണ് സപ്ത അർച്ചിഷോ ഭവതി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. സപ്ത അർച്ചിഷകളായിട്ട് സപ്തജ്വാലകളായിട്ട് പ്രതിപാദിക്കുന്ന അത് തന്നെയാണ് ഇവിടെ പ്രാണൻ. പിന്നെ അടുത്തേക്ക് പോവാം. ശിഖി ഭൂ ഖഗോപി ആകാശ ശബ്ദ ശ്രോത്രേന്ദ്രിയ വാക്ക് സമാന ആനന്ദമയകോശാഹ. അവിടെയാണ് സമാനൻ എന്ന് പറഞ്ഞാൽ ഖഗനമാണ്. അത് ആകാശഭൂതത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അധിപകാരി ആരാണ്? വ്യാഴമാണ്. വ്യാഴത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പറയുന്ന വിഷയങ്ങൾ അത് ആകാശമാണ്, ശബ്ദമാണ്, ശ്രോത്രേന്ദ്രിയമാണ്, വാക്കാണ്, സമാനനാണ്. കണ്ടോ? സമാന വായു, ആ വായു ആണ് സമാനൻ എന്ന് പറയുന്ന പഞ്ചപ്രാണങ്ങളിൽ പെട്ട സമാനനാണ് നമ്മുടെ ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് വ്യാഴം. പിന്നെ പയോഗണഹ ജലഭൂതത്തിന്റെ അധിപതി ആരാണ്? ശുക്രനാണ്. ആ ശുക്രനെ സംബന്ധിച്ച് അഥവാ പയോഭൂതത്തെ ജലഭൂതത്തെ പറ്റി പറയുന്ന സമയത്ത് ഖലു അപ്പ് രസ രസനേന്ദ്രിയ പായു അപാന പ്രാണമയകോശാഹ. അവിടെ അപാനൻ വന്നു. അപ്പൊ അപാനൻ എന്ന് പറയുന്ന പ്രാണന് തുല്യമാണ് ജലഭൂതം. അപ്പൊ ജലഭൂതത്തിൽ നിന്ന് നമ്മൾ കാണേണ്ടത് ആര്യ? ശുക്രനെയാണ്. വ്യക്താണല്ലോ. ഇനി മരുദ്ഗണഹ ശനിയാണ്. അത് വായുഭൂതമാണ്. സ്പർശ ത്വഗീന്ദ്രിയ
പാണി ഉദാന വിജ്ഞാന ആനന്ദ വിജ്ഞാനമയകോശാഹ, ഇത്രയാണ് ഉദാനൻ. അപ്പോൾ ഉദാനവായു എന്ന് പറയുന്നത് മരുദ്ഗണമാണ്. മരുദ്ഗണം എന്ന് പറയുന്നത് വായുഭൂതമാണ്, അത് ശനിയാണ്. അപ്പൊ ഭൂതങ്ങൾ തന്നെയാണ് ഗ്രഹങ്ങളെന്നും ഈ ഗ്രഹങ്ങൾ തന്നെയാണ് പഞ്ചപ്രാണങ്ങളെന്നും ഈ പഞ്ചപ്രാണങ്ങൾ യഥാർത്ഥത്തിലുണ്ടാവുന്ന പരമാത്മാവിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് വരുന്നതെന്നും വരുന്ന സമയത്ത് വേദം കാണുന്ന ഈ കാലപുരുഷൻ നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ 12 രാശികളിലായിട്ട് നിലനിൽക്കുന്ന കാലപുരുഷനാണെന്നും ആ കാലപുരുഷന്റെ വ്യവസ്ഥ തന്നെയാണ് നമ്മൾ രാശികളിലും നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലുമായിട്ട് പൂർണ്ണമായിട്ടും വിന്യസിച്ചിരിക്കുന്ന ഈ സമഷ്ടി പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ വ്യഷ്ടി പ്രപഞ്ചം എന്നും ആ വ്യഷ്ടി പ്രപഞ്ചത്തിന്റെ സൂചനയാണ് 12 രാശിയും 7 ഗ്രഹങ്ങളും അഥവാ അതിനോടനുബന്ധമായിട്ടുള്ള ഉപഗ്രഹങ്ങളും എല്ലാം ചേർത്ത ജ്യോതിഷ് ചക്രം എന്നും ഇവിടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അതെ, മേഷാശി പ്രഥമ നവവർഷചരണ ചക്രസ്ഥിതാരാശയ എന്ന വിഷയം വരും. അവിടെ സൂര്യചന്ദ്രന്മാര് ഇട എന്ന് പറയുന്ന നാഡിയിലും പിങ്കള എന്ന് പറയുന്ന നാഡിയിലുമായിട്ട് ശരീരത്തിന് മൊത്തം നിയന്താക്കളായിട്ട് നിലനിൽക്കുന്നു. 5 ഗ്രഹങ്ങൾ 5 ഭൂതങ്ങളുടെ കർത്തൃത്വത്തോടുകൂടെ 5 സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അതിനെ സ്വരൂപിക്കുന്നതാണ് നമ്മുടെ കേവല രാശിചക്രം എന്നത് വ്യക്തമാവും. ഈ തുല്യക്രമത്തിൽ തന്നെയാണോ ഈ പഞ്ചഭൂതങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്? ഇത് വളരെ വിശദമായ മറ്റൊരു സബ്ജക്റ്റാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഈ ഒരു തലത്തിൽ നമുക്ക് ചെറിയ രൂപത്തിൽ ഒരു വിശദീകരണം മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. കാരണം നമ്മൾ ഭൂതക്രമത്തെ വിശദീകരിക്കുന്ന സമയത്ത് എങ്ങനെയാ വന്നത്? ആകാശാത് വായു, ആകാശത്തിൽ നിന്ന് വായു. അപ്പോൾ ഇവിടെ തൽക്കാലം മനസ്സിലാക്കേണ്ടത് ആകാശത്തിൽ ആകാശം മാത്രമേയുള്ളൂ. എന്നാൽ വായുവിലേക്ക് എത്തുന്ന സമയത്ത് വായുവിൽ വായു മാത്രമല്ല ആകാശവും ഉണ്ട്, അന്തർലീനമായിട്ട് നിൽക്കുന്നു. വായോരഗ്നി, മൂന്നാമത് അഗ്നിയിലേക്ക് വരുമ്പോൾ അഗ്നിയിൽ ആകാശവും വായുവും ഉണ്ട്, എന്നാൽ ജലവും പൃഥ്വിയും ഇല്ല. നമ്മുടെ വളരെ വിശദമാക്കേണ്ട, ജ്യോതിശാസ്ത്രത്തിൽ മാത്രം വിശദീകരിക്കേണ്ട ഒരു വിഷയമാണത്. ഇത് ഈ വേദവും ഈ ജ്യോതിഷവും തമ്മിലുള്ള ബന്ധത്തിലല്ല വിശദീകരണം വേണ്ടത്. പക്ഷേ ഇവിടെ അതിന് ചെറിയൊരു കാര്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ വളരെ വിശദീകരണത്തിന് ആവശ്യമായൊരു വഴി തുറന്നിടും. ഇനി അഗ്നിഭൂതത്തിൽ നിന്ന് ജലഭൂതത്തിലേക്ക് വരുമ്പോൾ ജലഭൂതത്തിനോട് കൂടെ മറ്റ് 3 ഭൂതങ്ങളുടെയും കൂടെ തത്വമുണ്ട്. ആകാശഭൂതമുണ്ട്, വായുഭൂതമുണ്ട്, അഗ്നിഭൂതമുണ്ട്. അതെ, അഗ്നേരാപ, അഗ്നിയിൽ നിന്നാണ് ജലത്തിന്റെ ഉദ്ഭവം ഉണ്ടാവും. ഇനിയോ ആ അപ്പിൽ നിന്നാണ് പൃഥ്വിഭൂതത്തിന്റെ ഉദ്ഭവം എങ്കിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ 4ഉം 1ഉം പഞ്ചഭൂതങ്ങളും ഉൽപാദിതമായി ഏകമായിരിക്കുന്ന ഒരു ഭൂതമാണ് പൃഥ്വിഭൂതം. അപ്പോൾ പൃഥ്വിഭൂതത്തിൽ ജലഭൂതവും അഗ്നിഭൂതവും വായുഭൂതവും ആകാശഭൂതവും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. ഇത് അടുത്തൊരു വിശദീകരണത്തിൽ നമ്മൾക്ക് ഈ പൃഥ്വിഭൂതത്തിൻ്റെ നാഥനാണ് ബുധൻ എന്നും ജ്യോതിഷത്തിലെ ആർക്കും പിടിതരാത്ത ഒരു പ്രത്യേകത പല സമയങ്ങളിലായിട്ട് നമ്മൾ പല സംഭാഷണങ്ങളും ക്ലാസ്സുകളിലുമായിട്ട് ഈ ബുധൻ്റെ വളരെ വൈവിധ്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇതിലല്ല നമ്മൾക്ക് അതിൻ്റെ ആവശ്യം. പക്ഷേ ഇതിലൂടെ വേദത്തെ കാണുന്ന വ്യക്തികൾക്ക്, ജിജ്ഞാസുക്കൾക്ക് ഇത് ഒരു പുതിയ മാർഗമായിരിക്കും, ഒരു അന്വേഷണത്തിൻ്റെ ഒരു പുതിയ മാർഗമായിരിക്കും. ഈ ഭൂതക്രമത്തിലൂടെ പ്രാണനെയും പ്രാണനിലൂടെ യഥാർത്ഥത്തിലുള്ള വിശ്വത്തെയും അങ്ങടേക്ക് നോക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങടേക്കല്ല, നമ്മളിൽ നിന്ന് അങ്ങടേക്ക് നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ വിശ്വപ്രപഞ്ചം എന്നുള്ള ഒരു തത്വത്തെ നമുക്ക് ഗ്രഹിക്കാൻ ഈ ആശയത്തിലൂടെ സാധിക്കും. എന്തായിരുന്നാലും ഈ സത്സംഗത്തിൽ നമുക്ക് ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ
വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇതിൽ നന്ദി അറിയിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് നടന്ന ഈ അതിഗഹനമായ ഒട്ടേറെ വിഷയങ്ങളെ വിശദീകരിച്ചു തന്ന വിജ്ഞാനം, ഇത്രകാലം ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നാണ് ആ വിജ്ഞാനത്തിന് എന്ന പദത്തിനർത്ഥം. അത്രയധികം കാര്യങ്ങളെ വിശദീകരിച്ചു തന്ന താമരശ്ശേരി വിനോദ് പണിക്കർക്ക് നന്ദി. എന്താണ് ഗ്രഹം, എങ്ങനെയാണ് ഗ്രഹത്തിൻ്റെ ഉൽപ്പത്തി, എങ്ങനെയാണ് പ്രപഞ്ചഘടന, എന്താണ് സൂര്യൻ, സൂര്യനിൽ നിന്ന് എങ്ങനെയാണ് എല്ലാം ഉണ്ടായത്, സൂര്യൻ എന്ന പരമാത്മാവ് എന്താണ്, എല്ലാം വിശദീകരിച്ചു തന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.